ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ഒരു പോത്തുംകാലായിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് ഈ പോത്തുംകാലിന് നല്ലൊരു കറി ഉണ്ടാക്കിയെന്താ. ഇതിലേ നല്ല ഫ്രഷ് പോത്തുംകാലാവും. ഇപ്പോൾ ഇവിടെ നമ്മളെ പൊന്നെ മീറ്റ് പോത്തർത്തിനേന്. അപ്പോൾ ഓരോന്ന് പാപ്പ മേൽക്കൊണ്ട് സൂപ്പാക്കാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ സൂപ്പ് വേണ്ട കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാപ്പാനോട് തന്നെ എല്ലാ പണി അടുപ്പിച്ച് ക്ലീനിങ്ങും അതിനെ ചെറിയ ചെറിയ പീസാക്കി തരാനല്ലോ. അങ്ങനെ അതിൻ്റെ കറി ഉണ്ടാക്കാൻ ചെറിയ ഉള്ളി പിന്നെ പച്ചമുളക് അതെല്ലാം വേണം. അപ്പോൾ അതിനെല്ലാം തൊലിയെല്ലാം എടുത്തിട്ട് നല്ല പങ്ങലാക്കിയിട്ട് വെക്കാളിയിട്ട് അതിൻ്റെ പണിക്ക് പിന്നെ കുറേ സമയം അത് വേകാൻ വെക്കണം. 4-5 മണിക്കൂർ സമയം അതിനെ വേകാൻ വെക്കണം. അങ്ങനെ പെട്ടെന്ന് ഉള്ളിയെല്ലാം മുറിച്ചിട്ടെടുക്കാളിയിട്ട് വെക്കുന്നുണ്ട്. ഇല്ലില്ലേ, ഒന്ന് എൻ്റെ മോന് കസാല കഴിഞ്ഞിട്ടുള്ള, പിന്നെ ഒന്ന് എൻ്റെ ഏട്ടത്തിൻ്റെ മോള്. രണ്ടാളൊക്കെ തന്നെ ഇടാൻ ഞാൻ എന്താക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൈ ഇടാണ്ടിട്ട് ഉള്ളിയെല്ലാം തൊലി തരുന്നുള്ളത് ഓറ് എപ്പോൾ എന്തിനൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉള്ളീൻ്റെ തൊലിയെല്ലാം എടുത്തിട്ടായി പിന്നെ ഉള്ളി കട്ടാക്കാലിയിട്ട് ഉള്ളി തക്കാളിയെല്ലാം കട്ടാക്കിയിട്ട് മസാല ആക്കിയിട്ട് ഇതാക്കുക. അത് അടുപ്പിൽ വെക്കണം, ഗ്യാസിലൊന്നും വെക്കാൻ അടുപ്പിൽ വെച്ചിട്ട് ചെറിയ തീയിൽ ഇതാക്കണം, വേഗം വെക്കണ്ടേ. അങ്ങനെ പുറത്തടുപ്പിൽ കൊണ്ടുപോയിട്ട് വെച്ച് അടുപ്പിൽ പുക വന്നിട്ട് കണ്ണ് കത്തിയിട്ടൊന്നും കാണുന്നുണ്ടായിട്ട. ഞാൻ ഏത് സൈഡിൽ നിൽക്കുന്ന ആ സൈഡിലേക്ക് വരുന്നു പുക. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഇരുന്നെങ്കിൽ അപ്പുറത്തെ സൈഡിൽ പുക ഉണ്ടാവില്ല. അങ്ങനെ അപ്പുറത്തെ സൈഡിലൊക്കെ തോന്നും, അപ്പോൾ അപ്പുറത്തെ സൈഡിലേക്കും പുക വരുന്നു. അങ്ങനെ കണ്ണെല്ലാം കത്തിയിട്ട് ഒരുമാതിരി അതിനായിരുന്നു. പിന്നെ കുറച്ച് പച്ചമുളക് കറിച്ചപ്പരെല്ലാം ഇടാം. ഇതൊക്കെ ഉണ്ടല്ലേ ഓനെ ഈരക്കും കൊണ്ട് കൈ ഇടാനായിട്ട് എല്ലാത്തിലും ഉണ്ട്. അങ്ങനെ അതെല്ലാം ഉള്ളിയെല്ലാം നല്ല ഇതാക്കിയിട്ടായിട്ട് കുറച്ച് തക്കാളി തക്കാളി ഉള്ളിയും തക്കാളി പങ്ങല വെന്തിട്ടെല്ലാം ഓടുന്ന പോലെ ആക്കിയിട്ട് എടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് മസാലപ്പൊടിയെല്ലാം ഇടാം, മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, മീറ്റ് മസാല, അങ്ങനത്തെ മസാലയെല്ലാം ഇടാം. പിന്നെ 2 കയ്യിൽ മുളക് പൊടി, അതേ 2 കയ്യിൽ കൊത്തമ്പാരിപ്പൊടി. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ചായിട്ട് വെള്ളം കുറച്ചായിട്ട് ഒഴിക്കണം. അങ്ങനെ ആവശ്യമനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ കയ്യിലതിലേക്ക് തന്നെ പോണോയി. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിക്കുക. ചെറിയ തീയിലാക്കിയിട്ട് വെക്കണം. അപ്പോൾ ആവശ്യമനുസരിച്ചിട്ട് നോക്കിയിട്ട് വെള്ളം ഒഴിക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് കുറച്ച് തിളച്ചിട്ട് വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ ക്ലീനാക്കി വെച്ച പോത്തുംകായൽ അതിലേക്ക് ഇടാം. എന്നിട്ട് പിന്നെ അതിനെ കുറച്ച് ഇളക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടാണ് എങ്ങനെയെങ്കിലും ആക്കിയിട്ട് ഉമ്മാവും ഞാനും കൂടിയിട്ട് കുറച്ച് അങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടിട്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കുരുമുളകും തേങ്ങാവും എണ്ണയിൽ ചൂടാക്കിയിട്ട് എടുത്തിട്ടില്ലേ, ചൂടാറിയ പിന്നെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചിട്ടെടുക്കണം. അത് ലാസ്റ്റില്ലേ കുറച്ച് ബന്ധിട്ടെല്ലാമായിട്ട് ഈ പോത്തുംകാല് ബന്ധിട്ടെല്ലാമായിട്ട് ലാസ്റ്റ് സമയത്ത് അല്ലേ ഇതിനയിലൊക്കെ ഇടണം. നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെയെല്ലാം ആക്കിയിട്ടെങ്കിൽ. ഞാൻ ഒരു തേങ്ങ എടുത്തിന്, ഒരു തേങ്ങേൻ്റെ പകുതി എടുത്തിന്. അതിനെ ജ്യൂസിലേക്ക് അങ്ങനെ ഫസ്റ്റ് ഇടാൻ കിഞ്ഞ ജ്യൂസിൻ്റെ ജാറിലേക്ക് അപ്പം വെച്ചാൽ അത് തേക്ക് ബേറും. അങ്ങനെ കയ്യിൽ വാരിയിട്ടിട്ട് അതിനെ അരച്ചിട്ടെടുത്ത് എന്നിട്ട് പോത്തുംകാല ആ അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ട്. അതിലേക്ക് അതിനെ അരച്ചിട്ടെടുത്ത ആ തേങ്ങാൻ്റെ അത് ഇട്ടിട്ട് കുറച്ച് വെള്ളമെല്ലാം ഒഴിക്കുക. ഇപ്പോൾ ബാപ്പ വന്ന് അങ്ങനെ ഇത് കുക്കായി കിട്ടാൻ രാത്രിയായിന് 10 മണിയെല്ലാം അതിനപ്പോഴേക്ക് കുക്കായി കിട്ടി. പിന്നെ ബാപ്പ വന്നിട്ട് ബാപ്പ എടുക്കുന്നുണ്ട്. ആ സമയത്ത് ഗ്യാരൻറ്റും ഉണ്ടായിട്ടാണ്. അങ്ങനെയെല്ലാം സെറ്റ് ചെയ്യുന്ന നല്ല ടേസ്റ്റാണ് തിന്നാൻ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ സബ്സ്ക്രൈബ് ആക്കുക, സപ്പോർട്ടാക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.